വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കർണപുടം തകർത്ത ഹെഡ്മാസ്റ്റർ എം അശോകനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് കാസർഗോഡ് ബേഡകം പോലീസ്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. കുട്ടിയുടെ വീട്ടിലും സ്കൂളിലുമെത്തി ബാലാവകാശ കമ്മീഷൻ മൊഴിയെടുത്തു. 24 ഫോളോ അപ്പ്. അഭിനവ് കൃഷ്ണയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഹെഡ്മാസ്റ്റർ എം അശോകനെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ അറസ്റ്റുടൻ വേണ്ടെന്നാണ് തീരുമാനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടി. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹെഡ്മാസ്റ്റർക്കെതിരെ നടപടി സ്വീകരിക്കും. ഹെഡ്മാസ്റ്റർ എം അശോകന് വീഴ്ച സംഭവിച്ചെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു. കമ്മീഷൻ അംഗം ബി മോഹൻകുമാർ അഭിനവ് കൃഷ്ണയുടെ വീട്ടിലും കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രധാനപ്പെട്ട അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വീഴ്ച സംഭവിച്ചത് വളരെ ഗൗരവതരമായിട്ട് കമ്മീഷൻ കാണുകയാണ്. അപ്പോൾ ഇത് എന്തായാലും ഒരു ശരിയായ രീതിയല്ല. ഇതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ കമ്മീഷൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വമേധയാ ഇത് കേസെടുക്കാൻ വേണ്ടി നിർബന്ധിതമായിട്ടുള്ളത്. DDE, ബേഡകം SHO എന്നിവർ സംസ്ഥാന ബാലാവകാശ കമ്മീഷന് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. കേസ് ഒതുക്കാൻ 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാനാണ് ബാലാവകാശ കമ്മീഷന്റെ തീരുമാനം. 24 കാസർഗോഡ്.